നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയവും പരാജയവും എല്ലാം നിർണ്ണയിക്കുന്നത് സംഖ്യകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ജനിച്ച വർഷം, ദിവസം, തീയതി, എന്തിന് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ദിവസത്തെ സമയം പോലും നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയ പരാജയങ്ങളെ ബാധിക്കുന്നു. നിങ്ങൾ ഒരു പക്ഷെ ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളാവണമെന്നില്ല. പക്ഷെ ഈ ന്യൂമറോളജി തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് ഈ ലോകത്തുണ്ട്. എന്താണ് ന്യൂമറോളജി? എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് അക്കങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ കഴിയും? ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ അറിയാം ന്യൂമറോളജിയെ കുറിച്ച്. വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ന്യൂമറോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ ഒരു ആശയമല്ല. 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രീസിലും ബാബിലോണിലും ഈജിപ്തിലും ചൈനയിലും എല്ലാം ഈ ആശയം നിലനിന്നിരുന്നു. ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള പൈത്തഗോറസ് പറഞ്ഞൊരു കാര്യമുണ്ട്, യൂണിവേഴ്സിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ നമ്പറുകളാണ്. ഇനി നമ്മുടെ ഭാരതത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പണ്ടുള്ള ഭാരതീയർ വിശ്വസിച്ചിരുന്നത് നമ്പറുകൾ എന്ന് പറയുന്നത് വെറും ജീവനില്ലാത്ത അക്കങ്ങൾ മാത്രമായിരുന്നില്ല എന്നാണ്. അവർ വിശ്വസിച്ചിരുന്നത് നമ്പറുകൾക്ക് വൈബ്രേഷൻസും എനർജീസും ഉണ്ട്. ഈ വൈബ്രേഷൻസിനെയും എനർജിയും നമ്മൾ മനുഷ്യർ പ്രോപ്പറായി യൂസ് ചെയ്താൽ പ്രപഞ്ചം നമുക്ക് അനുകൂലമായി പെരുമാറും. ഈ ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നവർ ഏറ്റവും എടുത്തു പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഓരോ നമ്പറിനും എനർജിയും വൈബ്രേഷൻസും ഉണ്ട്. രണ്ടാമതായിട്ട് ഈ എനർജി വൈബ്രേഷൻസ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും എന്തിന് നമ്മളുടെ വിധിയെ വരെ ബാധിക്കാൻ കഴിവുള്ളവയാണ്. നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന അക്കങ്ങൾ യൂണിവേഴ്സിന്റെ എനർജിയുമായി അലൈൻ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത്. അവർ വിശ്വസിക്കുന്നു ഒരു മനുഷ്യനെ ബാധിക്കുന്ന 3 തരം നമ്പറുകളാണ് ഉള്ളത്. ലൈഫ് പാത്ത് നമ്പർ, ഡെസ്റ്റിനി നമ്പർ, ബർത്ത് നമ്പർ. ലൈഫ് പാത്ത് നമ്പർ എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ ബർത്ത്ഡേയിലെ ഓരോരോ അക്കങ്ങളും കൂട്ടിക്കിട്ടുന്ന സംഖ്യയാണ് ലൈഫ് പാത്ത് നമ്പർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്റെ ബർത്ത്ഡേ 24/12/1997 വിചാരിക്കുക. അപ്പൊ നമ്മൾ കൂട്ടേണ്ടത് എങ്ങനെയാണ്? 2+4+1+1+1+9+9+9+7 ഇങ്ങനെ കൂട്ടിക്കിട്ടുന്ന നമ്പർ ഇനിയിപ്പോ ഒരു ഡബിൾ ഡിജിറ്റ് നമ്പർ ആണ് വരുന്നതെങ്കിൽ അതിനെ വീണ്ടും അവ തമ്മിൽ കൂട്ടുക. അതായത് ഇപ്പൊ 33 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 3+3 കൂട്ടി വീണ്ടും അതിനൊരു സിംഗിൾ ഡിജിറ്റ് ആയിട്ട് കൊണ്ടുവരിക. ഇങ്ങനെ കൂട്ടിക്കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ ലൈഫ് പാത്ത് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ലൈഫ് പാത്ത് നമ്പർ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇനി അടുത്തതായി വരുന്നത് ബർത്ത് നമ്പർ ആണ്. അതായത് നിങ്ങൾ ജനിച്ച തീയതിയാണ് ബർത്ത് നമ്പർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 24 ഡിസംബറിലാണ് നിങ്ങൾ ജനിച്ചെങ്കിൽ 24. ഈ 24 ഡബിൾ ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ ഡിജിറ്റിലേക്ക് ആക്കണം. അപ്പൊ 2+4 കൂട്ടി 6 ആക്കി എടുക്കുന്നതാണ് നിങ്ങളുടെ ബർത്ത് നമ്പർ. ഈ ബർത്ത് നമ്പർ സൂചിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പെസിഫിക് ടാലന്റ് എന്താണ്, ആ ടാലന്റിനെ ആയിരിക്കും ലോകം നിങ്ങളിൽ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബർത്ത് നമ്പർ പറഞ്ഞു തരുന്നത്. അടുത്തതായി വരുന്നത് ഡെസ്റ്റിനി നമ്പർ ആണ്. അതായത് നിങ്ങളുടെ പേരിലെ അക്ഷരങ്ങൾ കൂട്ടിക്കിടുന്ന നമ്പറിനെയാണ് ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത്. പക്ഷെ പേരിലെ അക്ഷരങ്ങൾ എങ്ങനെ കൂട്ടും, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ടേബിൾ നോക്കുക. ഇതിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾക്ക് ആ വാല്യൂ കൊടുക്കുക. എന്നിട്ട് ഇവ തമ്മിൽ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടുക, സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റുക. അങ്ങനെ കിട്ടുന്നതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത്. ഈ ഡെസ്റ്റിനി നമ്പർ കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ഓവറോൾ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. ഇനി അറിയേണ്ടത് എന്താണ്? ഈ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂസിനൊക്കെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ, അർത്ഥമുണ്ടോ എന്നാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ന്യൂമറോളജിയിൽ 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ മാത്രമേ നോക്കാറുള്ളൂ. 2 ഡിജിറ്റ് നമ്പറുകൾ ഇവിടെ ഉപയോഗിക്കാറില്ല. 1 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് ലീഡർഷിപ്പിനെ ആണെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത് ബാലൻസിനെ ആയിരിക്കും. 3 ക്രിയേറ്റിവിറ്റിയെയും 4 പ്രാക്ടിക്കാലിറ്റിയെയും സൂചിപ്പിക്കുന്നു. 5 ഫ്രീഡത്തെയും 6 റെസ്പോൺസിബിലിറ്റിയെയും 7 സ്പിരിച്വാലിറ്റിയെയും 8 എന്ന നമ്പർ മെറ്റീരിയൽ സക്സസിനെയും സൂചിപ്പിക്കുന്നു. ഇനി 9ാമത്തെ നമ്പർ ആണെങ്കിൽ അത് കമ്പാഷനെയും ഹ്യൂമാനിറ്റിയെയും എല്ലാം എടുത്തു കാണിക്കുന്നു. ഇനിയിപ്പോ കാര്യം എളുപ്പമായല്ലോ. മേൽ പറഞ്ഞ ലൈഫ് പാത്ത് നമ്പർ, ബർത്ത് നമ്പർ, ഡെസ്റ്റിനി നമ്പർ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതിനെല്ലാം ഈ പറഞ്ഞ വാല്യൂവും അതിന്റെ മീനിങ്ങും എല്ലാം അങ്ങ് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഈ നമ്പർ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം ആ അർത്ഥത്തെ വ്യാഖ്യാനിക്കാൻ.
ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളുടെ ലൈഫ് പാത്ത് നമ്പർ 3 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അയാൾ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്. അതുപോലെ ഇപ്പോൾ ഒരാളുടെ ബർത്ത് നമ്പർ 8 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അയാൾക്ക് മെറ്റീരിയൽ സക്സസുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അയാൾക്ക് മെറ്റീരിയൽ കാര്യങ്ങളോട് ചിലപ്പോൾ താല്പര്യങ്ങളും കൂടുതലുണ്ടാവാം. ജനിക്കുമ്പോൾ കിട്ടുന്ന ഈ നമ്പറുകൾക്ക് ചിലപ്പോൾ പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ നടത്തി തരാനുള്ള ശക്തി ഉണ്ടാവില്ല. കാരണം എന്താ? ആ ആഗ്രഹം പ്രപഞ്ചവുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്നത് മറ്റൊരു നമ്പറിലാണ്. അപ്പൊ ഈ സംഖ്യയിലേക്ക് നമ്മളുടെ ജന്മനാ കിട്ടിയ സംഖ്യകളെ മാറ്റുക എന്നുള്ളതാണ് ഒരു ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന പ്രാക്ടീഷണറുടെ ജോലി. അതാണ് ഈ ന്യൂമറോളജിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിനുമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ അലൈൻമെന്റ് നമ്മളുടെ ബർത്ത് നമ്പറിനും ഡെസ്റ്റിനി നമ്പറിനും ലൈഫ് പാത്ത് നമ്പറിനും ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആഗ്രഹിക്കുന്ന ആ മാജിക്, ആ വിസ്മയം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇതാണ് ന്യൂമറോളജിയുടെ എൻ്റയർ ലോജിക് എന്ന് പറയുന്നത്. മറ്റേത് വിശ്വാസത്തിന്റെയും കണക്ക് ഈ വിശ്വാസവും ആളുകൾക്കും സ്ഥലത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതായത് കേരളത്തിൽ ഫോളോ ചെയ്യുന്ന ന്യൂമറോളജി റൂളുകൾ ആയിരിക്കണമെന്നില്ല കേരളത്തിന് പുറത്ത് ഫോളോ ചെയ്യുന്നത്, ഇന്ത്യയിലുള്ള റൂൾസ് ആയിരിക്കണമെന്നില്ല ഇന്ത്യക്ക് പുറത്തുള്ളത്. ഇനി മെയിൻ ക്വസ്റ്റ്യൻ, ഇപ്പൊ നിങ്ങളുടെ പേരിലെ അക്ഷരങ്ങൾ കൂട്ടിക്കിട്ടുന്ന നമ്പർ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്പർ അല്ല, അതല്ലെങ്കിൽ അത് പ്രപഞ്ചമായി അലൈൻ ചെയ്ത് പോകുന്ന നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ന്യൂമറോളജിയിൽ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അതിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ പേരിലേക്ക് ഒരു അക്ഷരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് ഓവറോൾ വാല്യൂവിൽ ഇവർക്ക് ഡിഫറൻസ് വരുത്താൻ പറ്റും. ഈ ഡിഫറൻസ് പിന്നീട് യൂണിവേഴ്സിന്റെ അലൈൻമെന്റുമായിട്ടൊക്കെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകും എന്നുള്ളതാണ് ന്യൂമറോളജി വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച് തങ്ങളുടെ പേരിൽ അക്ഷരം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് അജയ് ദേവ്ഗൺ, റാണി മുഖർജി, വിവേക് ഓബ്രോയി, ഇവരെല്ലാം തന്നെ അത്തരത്തിൽ പേരിൽ ന്യൂമറോളജി പ്രകാരം ചേഞ്ചുകൾ വരുത്തിയ ആൾക്കാരാണ്. എന്തിന്? അംബാനി കുടുംബം പോലുള്ള മേജർ റിച്ച് കുടുംബങ്ങൾ വരെയും പല ഡിസിഷൻസും എടുക്കുന്നത് ന്യൂമറോളജി പ്രകാരമാണെന്നാണ് പലയിടത്തും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ലോകത്തെ ഇത്രയും വലിയ വലിയ ആളുകളൊക്കെ വിശ്വസിക്കുന്ന ഈ ഒരു ആശയം അത് നമ്മളും വിശ്വസിക്കണ്ടേ? നമുക്കും ജീവിതത്തിൽ അവരുടെ കണക്ക് വിജയങ്ങൾ കൈവരിക്കണ്ടേ? അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ ഈ വീഡിയോയിൽ തന്നെ മുമ്പ് ഒരിടത്ത് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ വിശ്വാസങ്ങളുടെയും കണക്ക് ഈ വിശ്വാസവും സ്ഥലങ്ങളും വ്യക്തികൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത്രയും കേട്ടത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്. ഈ ന്യൂമറോളജി എന്ന് പറയുന്നതിന് ഒരു പ്രോപ്പർ സയന്റിഫിക് ബാക്കപ്പ് ഉള്ള ഒരു സയൻസ് ഒന്നുമല്ല. സോ ടെക്നിക്കലി ഇതൊരു സ്യൂഡോ സയൻസ് ആണ്. മാത്രമല്ല പലയിടത്തും ന്യൂമറോളജി പ്രാക്ടീഷണേഴ്സ് ഉപയോഗിക്കുന്നതും സജസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള മെത്തേഡുകൾ വ്യത്യസ്തമാണ്. ഇത് ഒരിക്കലും ഒരേപോലെ അല്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂമറോളജി എല്ലായ്പ്പോഴും പോസിറ്റീവായി വരണമെന്നില്ല. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ പത്മാവത് എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയുടെ സ്പെല്ലിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരു എക്സ്ട്രാ എ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ന്യൂമറോളജിയുടെ ഭാഗമായിട്ട് ആഡ് ചെയ്തതാണ്. നിങ്ങൾക്കറിയാം പത്മാവത് എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിൽ ഉണ്ടാക്കിയ കോൺട്രവേഴ്സീസും പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ശരി പോട്ടെ, ഈ എ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ പോലും അത്രയും പബ്ലിസിറ്റി ആ സിനിമയ്ക്ക് കിട്ടിയല്ലോ നമുക്ക് വിചാരിക്കാം. എന്നാൽ ജുഡുവ 2 എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയുടെ പേരിലെ സ്പെല്ലിംഗിൽ നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂമറോളജിയുടെ ഭാഗമായിട്ട് അഡീഷണൽ ഒരു ലെറ്റർ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിലും കൊള്ളാത്ത ഒരു സിനിമയായിരുന്നു അത്. അത് മാത്രമല്ല അത് വൻ പരാജയമായിരുന്നു. അപ്പൊ ന്യൂമറോളജിക്ക് ഒരിക്കലും നിങ്ങളുടെ സിനിമയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ നടക്കുന്ന കാര്യങ്ങളെ തടുക്കാനോ പ്രിവെന്റ് ചെയ്യാനോ ഒന്നും പറ്റണമെന്നില്ല. ഇനി മറ്റൊരു പ്രധാന ചോദ്യം, ഫേമസ് ആയിട്ടുള്ള ആളുകൾ, റിച്ച് ആയിട്ടുള്ള ആളുകൾ, ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെ ഇതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വിശ്വസിക്കണമോ? ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരെല്ലാം ഇവരുടെ തുടക്കകാലത്ത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് സക്സസ്ഫുൾ ആയെന്നുള്ളത്? ഭൂരിഭാഗം ആളുകളും സിനിമയിലേക്ക് വന്നതും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയതൊന്നും ഈ ന്യൂമറോളജി എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് അറിയാതെയാണ്. അന്ന് അവര് സക്സസ്ഫുൾ ആയി, പിന്നെ എപ്പോഴോ ഇവർക്ക് ഒരു ഡിപ്പ് വന്ന സമയത്ത് ഇവരെ ഇതുപോലെ ആരോ ന്യൂമറോളജിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് ഇവർ വിശ്വസിക്കാൻ തുടങ്ങിയ ഒരു ആശയമാണ് ന്യൂമറോളജി എന്ന് പറയുന്നത്. അല്ലാതെ അവർ ജനിച്ചപ്പോൾ മുതൽ വിശ്വസിക്കുന്ന ഒരു ആശയമൊന്നും അല്ല ഈ ന്യൂമറോളജി എന്ന് പറയുന്നത്. തുടക്കകാലത്ത് ഇവർക്ക് സിനിമയിലേക്ക് വരാനോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനോ ഒന്നും ഈ ന്യൂമറോളജി എന്ന് പറയുന്ന ആശയത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പൊ ഇവരുടെ സക്സസിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും നമുക്ക് ന്യൂമറോളജിക്ക് കൊടുക്കാൻ പറ്റുമോ? പൂർണ്ണമായും ഒരാശയത്തെയും തള്ളിക്കളയണമെന്ന് ഞാൻ പറയില്ല. ഞാൻ വിശ്വസിക്കുന്നു നമ്പറുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന്. എന്നാൽ ഇത് ന്യൂമറോളജിയിൽ കാണിച്ച നമ്പറുകൾക്കല്ല. എന്നാൽ എന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ കാണുന്ന നമ്പറുകൾക്ക് തീർച്ചയായും എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എല്ലാവർക്കും യുക്തിയുണ്ട്. ആ യുക്തി ഉപയോഗിച്ച് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ ആശയം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ.
നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മളുടെ മാത്രം ഇഷ്ടവും ആഗ്രഹവുമാണ്. എന്നാൽ നമ്മൾ എന്തിലെങ്കിലും ഒന്നിൽ വിശ്വസിച്ചേ പറ്റൂ. അതാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ പരിചയക്കാർക്ക് ഇത്തരം വീഡിയോകൾ അയച്ചു കൊടുക്കാൻ മറക്കുകയും വേണ്ട. അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.